ആരുടെ മുമ്പിലും താലിക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ മാത്രം ഞാൻ അത് പതിച്ചിട്ടില്ലെന്ന് കൂട്ടുകാരനോട് പറഞ്ഞേക്കും. എന്നെ വേൾക്കാൻ കാണിക്കുന്ന അപ്പുക്കുട്ടന്റെ ഈ സന്മനസ്സിന്റെ പിന്നിൽ എന്താണാവോ? അനുജത്തി രാധയെ കൂട്ടുകാരന് മംഗലം കഴിക്കാൻ തടസ്സം ഒഴിവാക്കി കൊടുക്കാനാണോ? അതോ ഇനിയും ഒരു പുതിയ ഊഴക്കാരൻ വരണത് വരെ നിങ്ങൾക്കും കൂടെ കഴിയാന്ന് കരുതി? എല്ലാവരെയും കാണുന്ന കണ്ണുകൊണ്ട് അപ്പുക്കുട്ടനാരെ കാണരുത്. മറന്നു കാണും. ലാപ്പള്ളിയില്ലത്തെ ചാവാറായ കിഴവന്റെ മുറിയിൽ നിന്നും പാതിര കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന നിങ്ങളെ ഇടനാഴിയിലും വാതിൽപ്പടിയിലും വെച്ച് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ആണും പെണ്ണും കെട്ട കിഴവൻ നമ്പൂരിയോടൊപ്പം വീർപ്പ് മുട്ടി കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ദേഹത്ത് അന്ന് ഞാനൊന്ന് തൊട്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനും സമ്മതം മൂളിയത്. നിങ്ങളുടെ സ്വഭാവദൂഷ്യം കൊണ്ടൊന്നല്ല, അന്നത്തെ നിങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അന്ന് ഞാനൊന്നും ചെയ്യാഞ്ഞത് ആ തിരുമേനിയെ പോലെ കഴിവ് കെട്ടവനായതുകൊണ്ടല്ല. എന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അതൊന്നുമായിരുന്നു. അതാർക്കും മനസ്സിലാവില്ല. വിധവയായ പാവ സ്ത്രീയെ നശിപ്പിച്ചിട്ട് അമ്മാവനെ കൊണ്ട് അനുജത്തിക്കുട്ടിക്ക് മംഗലം ആലോചിക്കുന്നു. നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ ഇളയ കുട്ടിയെ വിട്ടുകളഞ്ഞത് പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച കുട്ടിയുടെ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് അതിന്റെ മനസ്സിലാക്കിയതല്ലേ? നിർത്ത്. നിങ്ങൾ വലിയ വിശുദ്ധനാവണ്ട. അവരുടെ കേസ് നടത്താനും കോടതി പോകാനും ഇക്കാണിച്ച താല്പര്യങ്ങളൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ തന്നെ എന്നോട് ഒരിക്കൽ സമ്മതിച്ചതല്ലേ? അവരെ സ്വന്തമാക്കാനുള്ള സ്വാർത്ഥത. അത് നേരിട്ട് അവരോട് പറയാൻ ചങ്കുറപ്പില്ലാതെ പോയത് എന്റെ കുറ്റം അല്ലേ? അവരെ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാന്ന് വാക്കുകൊടുത്ത് എത്രയോ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത്. അന്ന് ഞാനത് നിങ്ങളോട് പറഞ്ഞില്ല. എന്റെ തെറ്റ്, സമ്മതിച്ചു. പിന്നെ നിങ്ങളെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് നടന്നിരുന്ന ഒരു പെണ്ണിനെ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞാൻ തട്ടിയെടുത്തൊന്നുമല്ല. 1.5 വർഷമായിട്ടുള്ള പരിചയം ഉണ്ടല്ലോ, സംസാരിക്കാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നല്ലോ. വേണ്ട, സ്കൂൾ കുട്ടികൾ ചെയ്യുന്നത് പോലെ പറയാനുള്ളതെല്ലാം എഴുതി പ്രേമലേഖനമാക്കി അവർക്ക് കൊടുക്കാറുന്നല്ലോ. അതും ചെയ്തില്ല. സ്വന്തം ബലഹീനത മറ്റുള്ളവരുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അപ്പോ കൂട്ട, ഞാൻ തന്നെ വഞ്ചിച്ചിട്ടില്ല. ഉത്തരയെ തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ നിമിഷം മുതൽ ഇക്കാര്യങ്ങളൊക്കെ തന്നോട് എങ്ങനെ പറയണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. താൻ എന്നെ വിശ്വസിക്കുക. സാറ് പറഞ്ഞത് സത്യ. എന്റെ കഴിവുകേട്. ഒരു കാര്യസ്ഥന്റെ മകനായി വളർന്ന എനിക്ക് ഓച്ചാനിച്ചെന്നേ പരിചയമുള്ളൂ. ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ എന്നോട് ക്ഷമിക്കും. മോളെ, അവരെ ആ വഴിക്ക് ചിന്തിച്ചപ്പോ അത് തിരുത്താനുള്ള സാമർഥ്യം എനിക്കില്ലാണ്ട് പോയി. എന്റെ കുട്ടി വല്യമാമയെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വല്യമാമ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം വല്യമാമ സംസാരിക്കുന്നത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് നാളെ തന്നെ എന്റെ വീട്ടിൽ പോയി അമ്മാവനെ കണ്ട് നടന്നതെല്ലാം തുറന്നു പറയാം. അപ്പുക്കുട്ടനെയും കൂട്ടാം. എല്ലാം തമ്പുരാട്ടിയുടെ തെറ്റിദ്ധാരണയാണ്. തമ്പുരാട്ടി ശിവൻകുട്ടി സാറിൻ്റെ കൂടെ പോണം. ഇവിടത്തെ ഒരു ആശ്രിതന്റെ അപേക്ഷയാണ്. ഇല്ല, എനിക്കിനി ഈ ജന്മം മംഗലം വേണ്ടാന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാ. അത് ആള് മാറിപ്പോയതുകൊണ്ടോ മോതിരം ഇട്ടതുകൊണ്ടോ അല്ല. വിധവകൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നമ്പൂരി സമുദായ നിയമം. അതൊക്കെ എപ്പോഴും മുഖവിലക്കെടുക്കുന്ന ഒരു കടുംപിടുത്തക്കാരിയാണ് ഞാൻ. എന്നെ ഇനി നിർബന്ധിക്കരുത്. ഉത്തരേടത്ത് ഈ പറഞ്ഞതൊക്കെ സത്യമെന്ന് കരുതിയിരിക്കും എല്ലാവരും. ശിവേട്ടനും ഇതാണ് കണ്ണടിച്ച് വിശ്വസിച്ചു അല്ലേ? തെക്കിനും മച്ചുമേലും സർപ്പത്തറയിലും ഒക്കെ വെച്ച് നിങ്ങൾ തമ്മിൽ ഒത്തിരി സംസാരിക്കുകയും അടുത്തിടപഴകുകയും ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എന്തെങ്കിലും ഉത്തരേടത്ത് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? സംസാരിച്ചും തർക്കിച്ചും നിൽക്കാതെ ഉത്തരേടത്തിന്റെ കൈപിടിച്ചിറങ്ങാൻ ശിവേട്ടന് ധൈര്യമുണ്ടോ? ഉണ്ടാവണം, ഉണ്ടായേ പറ്റൂ. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണ്ടറിയാലോ. നിർത്തുകൂട്ടിയേ. ആരോടായി സംസാരിക്കണമെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? മുതിർന്നവർ സംസാരിക്കുന്ന കടന്നു പോകരുത്. മുമ്പ് ഇതുപോലെ മുതിർന്ന ആൾക്കാരുടെ തീരുമാനം കൊണ്ട ആ ചാവാറായി കിഴവൻ നമ്പൂരിയുടെ ഒപ്പം 1.5 വർഷക്കാലം നരച്ച് കഴിയേണ്ടി വന്നത്. അവരിതൊക്കെ ഉമ്മർത്തിൽ സംസാരിച്ചപ്പോ വല്യമ്മയുടെ ഈ തൊണ്ടയൊക്കെ എവിടെ പോയി? രാധയെടുത്തിന്നോ ഉത്തരയെടുത്തിന്നോ ഒന്നും വല്യമ്മയ്ക്കില്ല. ആരായാലും ഒരു ഭാരം ഒഴിച്ചു വിടുക, അത്ര തന്നെ. നിർത്തരസത്തെ, നിനക്കെന്താ ഇവിടെ കാര്യം? ഈ ഇല്ലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വല്യമ്മയാ.
ന്യായം പറയാൻ നീ ആരാ? കടന്നു പോ. ശരിയാ, ഞാൻ ഓർത്തില്ല. ഞാൻ ആരാ? അടിച്ചു തളിക്കാരുടെ മകൾ ആ സ്ഥാനത്ത് നിൽക്കണം. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ നടന്നത് വല്ലോ രാധ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവില്ല. സത്യം. വേണ്ടെങ്കി വേണ്ട. ആർക്കാ നിർബന്ധം? ഏടത്തിമാരെയൊക്കെ മംഗലം കഴിപ്പിച്ചിട്ട് വേണം സ്വസ്ഥമായിട്ട് എവിടെ നിന്നെങ്കിലും ഒരു നായര് പയ്യനെ തിരയാൻ. അതുകൊണ്ടാ ഏടത്തിയുടെ മംഗലത്തിന് ഞാൻ തിടുക്കം കാട്ടിയത്. വേണ്ട, ഞാനും ഇവിടെ മൂത്ത് വരച്ച് നിന്നോളാം. എന്റെ കുട്ടിയെ ഞാൻ അടിച്ചില്ല. അതാണോ? ഏടത്തിമാരാകുമ്പോ ചിലപ്പോ അനിയത്തി കുട്ടികളെ തല്ലിന്നിരിക്കും. അതൊരു പുതിയ കാര്യ. ഈ ഇല്ലത്ത് ആരെന്നെ തല്ലിയാലും ആട്ടിയിറക്കിയാലും ഞാനെങ്ങും പോവില്ല. ഞാൻ എവിടെ പോവാനാ? എനിക്ക് നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. എവിടെയോ വെച്ച് പോലീസുകാരുടെ വെടികൊണ്ട് മരിച്ച ഞാൻ കണ്ടിട്ടില്ലാത്തൊരച്ഛൻ, ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഭ്രാന്ത് പിടിച്ച് മരിച്ചുപോയ ഒരു ഭ്രാന്തത്തെ തള്ള, അവരെന്നെ പ്രസവിച്ചു എന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ എന്റെ അമ്മയുടെ സ്ഥാനം എന്റെ ഉത്തരയിടത്തേക്ക. ആ ഉത്തരയിടത്തെ ഇങ്ങനെ ജന്മകാലം നിറയിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എനിക്ക് സഹിക്കില്ല. എന്താ സാർ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോക്ക്? പോണം. എനിക്കും മറ്റു പലർക്കും അതാ നല്ലത്. ഇവിടെയെങ്കിലും കുറച്ചു കാലം കഴിയണമെന്ന് കരുതിയതാ. എന്താ എന്താ പ്രശ്നം? ഒന്നുമില്ല. നാളെ കാലത്ത് ഞാൻ യാത്രയാവും. വേറെ ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. ശിവൻകുട്ടി, അവസാനമായി ഞാനൊരു സഹായം ചോദിക്കുക. ആവില്ല എന്ന് പറയരുത്. വേണ്ട. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ശിവൻകുട്ടിയെയും കൂട്ടി രാധ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവള് പാവ, നല്ലവള. ഉത്തരെ, നിന്നെ അല്ലാതെ എനിക്ക് മറ്റാരും. മറക്കണം, എല്ലാം മറക്കണം. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ മറക്കാം, ഒളിച്ചു വയ്ക്കാം. പക്ഷെ അതിനൊന്നും വയ്യാത്തത് ഒന്നുണ്ട്. അത് എനിക്ക് നശിപ്പിക്കണം. ഈ ഇല്ലത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എന്റെ കുഞ്ഞ്, ഞാനത് സമ്മതിക്കില്ല.
മത്സരിച്ച് സ്വന്തമാക്കാൻ മാത്രം ആ ഗന്ധർവനെ രാധയൊന്നും കാണുന്നില്ല. അത് ഞാൻ അയാളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അത് കുട്ടിയല്ല തീരുമാനിക്കുന്നത്. മുഹൂർത്തം വരെ നിശ്ചയിച്ച നിന്റെ ഈ മംഗലം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ഏടത്തെ നീ കാണില്ല. ഓർത്തോളൂ. മതി. യാഗത്തിന്റെ പേര് പറഞ്ഞു ഏടത്തെ എനിക്ക് വെച്ച് നീട്ടുന്നത് ഏടത്തിന്റെ ജീവിതമാ. അതെനിക്ക് വേണ്ട. ഏടത്തെ എനിക്ക് വേണ്ടേ. ഞാൻ അവളധികം പറ്റ